വയനാട്ടിലേക്ക് പോകാം. അവിടെ 2 ആദിവാസി സ്ത്രീകളെ വെട്ടിയ കേസിൽ പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ്. കൊച്ചാർ ആദിവാസി ഉന്നതിയിലെ മാധവി, മകൾ ആതിര എന്നിവർക്കാണ് ഇന്നലെ വെട്ടേറ്റത്. ആതിരയുടെ ഭർത്താവ് രാജു ആണ് വെട്ടിയതെന്നാണ് സൂചന. ആതിരയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇവരുടെ ഭർത്താവാണ് വെട്ടിയതെന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ പോലീസ് തെരച്ചിൽ നടത്തുന്നു. എന്താണ് ഈ അക്രമത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ എന്താണ് അവസ്ഥ അവരുടെ? ജിൻസി, നൗഫൽ, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആതിരയുടെ ഭർത്താവ് രാജു സ്ഥിരമായി മദ്യപിച്ചെത്തി ആതിരയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ആതിരയെ തന്നെയാണ് ഇയാൾ ലക്ഷ്യം വെച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ആതിരയുടെ വീട്ടിലെത്തിയ രാജു ആതിരയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അത് തടയാൻ ശ്രമിച്ച അമ്മയ്ക്കും വെട്ടേറ്റു. കൊച്ചാറ ആദിവാസി ഉന്നതിയിലാണ് ഇവർ താമസിക്കുന്നത്. മാധവിയും മകൾ ആതിരയും. ഈ ആതിരയെ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ആതിരയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മാധവി ഇപ്പോഴും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ രാജുവിനായുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ ഒളിവിൽ പോയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.